അപ്പോൾ ഈ രണ്ടുപേരെ ഇപ്പോൾ റിമാൻഡ് ചെയ്തേക്കാണ് 14 ദിവസത്തേക്ക്. അപ്പോൾ ഇന്ന് ജാമ്യം കിട്ടുമോ ഇല്ലെന്ന് അറിയാൻ എല്ലാവരും ആകാംക്ഷയോടെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇവർ വരുന്നതിനോടൊപ്പം തന്നെ അവിടെയുള്ള TTE വന്ന് ഇവരോട് നേരത്തെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഈ TTE ടിക്കറ്റ് എക്സാമിനറൊക്കെ തന്നെ ബജ്രംഗ് ദൾ പ്രവർത്തകരെ വിവരം അറിയിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ബജ്രംഗ് ദളിനെയൊക്കെ പ്രവർത്തകർ നേരെ വരുന്നു, ഇത്തരത്തിൽ ഒരു മനുഷ്യക്കടത്തോ അല്ലെങ്കിൽ മതം മാറ്റവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ട് എന്നുള്ള സംശയം അയാൾ അറിയിക്കുന്നത് അവിടുത്തെ പോലീസിനൊന്നുമല്ല. മനസ്സിലാക്കണം, ബജ്രംഗ് ദൾ പ്രവർത്തകരെയാണ് അറിയിക്കുന്നത്. അവർ 40ഓളം 50ഓളം പേര് വരുന്നു. ആ 50ഓളം പേര് വരുന്നു, അവിടെ വലിയ പ്രശ്നമാകുന്നു. ഇത് മനുഷ്യക്കടത്താണ്, മതം മാറ്റമാണ് എന്നൊക്കെയുള്ള പേരിൽ രാവിലെ 8:30 ഉണ്ടാകുന്ന സംഭവത്തിന് ഏതാണ്ട് 5:11 ആയപ്പോഴേക്കും FIR ഇടുന്നു, കേസെടുക്കുന്നു. കേസെടുക്കുമ്പോഴേക്കും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം, അതിലൊരു പെൺകുട്ടി മൊഴി മാറ്റി പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ ആദ്യം തന്നെ ഈ ബജ്രംഗ് ദൾ പ്രവർത്തകർക്കും ടിക്കറ്റ് എക്സാമിനർക്കും എല്ലാവർക്കും തന്നെ ഇവരുടെ മാതാപിതാക്കൾ കൂടി സമ്മതിച്ചിട്ടുണ്ട്